രൂക്ഷമായ കടലാക്രമണത്തിൽ തിരുവനന്തപുരത്ത് വൻ നാശനഷ്ടം. പൊഴിയൂരിൽ ബീച്ച് റോഡ് പൂർണ്ണമായും തകർന്നു. 300ഓളം വീടുകളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് കടലേറ്റം തുടരുമെന്നാണ് കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പൊഴിയൂരിൽ മാത്രം 100-ലേറെ വീടുകളിലാണ് വെള്ളം കയറിയത്. 6 വീടുകൾ ഭാഗികമായി തകർന്നു. അപകട മേഖലയിലുള്ളവരെ പൊഴിയൂർ UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ബീച്ച് റോഡ് പൂർണ്ണമായും തകർന്നതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായി. ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ ശക്തമായുള്ള തിരയിൽ ഈ റോഡുകളെല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാഴ്ച കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരവധി തവണ നമ്മൾ മന്ത്രിതലങ്ങളിലും MLA തലങ്ങളിലും ബന്ധപ്പെട്ട് കളക്ടറുമായിട്ട് ലെറ്റർ കൊടുത്തു. പൂവാർ, കരിംകുളം, കൊച്ചുതുറ, പള്ളം, അടിമലത്തുറ മേഖലകളിൽ 200 വീടുകളിലാണ് വെള്ളം കയറിയത്. സർക്കാർ ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഭയങ്കര കടൽക്ഷോഭമായിരുന്നു. ആരും ഒന്നും നോക്കുന്നില്ല ഇതിനെക്കുറിച്ച്. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജയിച്ചിട്ട് അവരെ ഭരണത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ 3 ദിവസം കടലുണ്ടെന്ന് എല്ലാ ഇത് നാടുകളിൽ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഈ ഇടവകയിലായിരുന്നാലും മത്സ്യമേഖലയിൽ നിന്നായിട്ട് ഒരു അറിയിപ്പോ ഒന്നും തന്നില്ല. നമ്മൾ ഈ കടൽക്ഷോഭം ഉണ്ടെന്ന് അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഈ സാധനമൊക്കെ ഒതുക്കി മാറ്റുമായിരുന്നു. കടലിലെ മർദ്ദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമാണ് കടൽക്ഷോഭത്തിന് കാരണം. കടലാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ബീച്ചുകളിൽ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കടൽക്ഷോഭം തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്കും തീരമേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.